ഹൃദയത്തെ തുറന്ന ഒരു ചലച്ചിത്രം 2012 പുറത്തിറങ്ങിയ നൗ ഈസ് ഗുഡ് ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് 17 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയിൽ നിന്നുമാണ്. ടെസ എന്നായിരുന്നു അവളുടെ പേര്. അവൾ മാരകമായ ഒരു രോഗത്തോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ സമയം പരിമിതമാണെന്ന് അവൾക്കിന്നറിയാം. എന്നാൽ നിരാശയ്ക്ക് കീഴടങ്ങുന്നതിനു പകരം തനിക്ക് ബാക്കിയുള്ള ഓരോ നിമിഷവും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ അവൾ തീരുമാനിച്ചു. ജീവിതാവസാനത്തിന് മുമ്പ് ജീവിതം പൂർണ്ണമായി ആസ്വദിക്കണം എന്നുറച്ച അവൾ ഒരു ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കി. ഇതുവരെ ചെയ്യാൻ കഴിയാത്ത എന്നാൽ ചെയ്യണമെന്ന് തീവ്രമായി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ചേർത്തുവെച്ച് ഒരു വൈകാരികമായ പട്ടികയായിരുന്നു അത്. അതിൽ ഒരു ആൺകുട്ടിയിൽ നിന്നുള്ള സാമീപ്യവും പ്രണയവും അനുഭവിച്ചറിയുക എന്നവൾ എഴുതി ചേർത്തിരുന്നു. തന്റെ ലിസ്റ്റിലെ ആഗ്രഹം സാധിക്കാൻ അവൾ ഒരു കൂട്ടുകാരിയോടൊപ്പം ഒരു നൈറ്റ് ക്ലബിലേക്ക് പോയി. അവിടെ വെച്ച് അവർ ഒരു യുവാവിനെ പരിചയപ്പെട്ടു. തങ്ങളോടൊപ്പം കൂടാൻ ക്ഷണിക്കുകയും ചെയ്തു. ടെസ പ്രണയത്തിന്റെ ആഴങ്ങളിലേക്ക്, ശാരീരിക ബന്ധത്തിലേക്ക് ധീരമായ ചുവടുവെക്കാൻ ഒരുങ്ങി. എന്നാൽ പെട്ടെന്നവൾ മടിച്ചു നിന്നു. ചികിത്സ കാരണം അവളുടെ മുടി വളരെ ചെറുതായി വെട്ടിയിരുന്നു. അവളുടെ വിഗ് തെറിച്ചു വീണതും ആ യുവാവാകട്ടെ അത് കണ്ടൽപ്പം അസ്വസ്ഥനായി. ആ അന്തരീക്ഷത്തിലെ അസ്വസ്ഥത മാറ്റാൻ ടെസ ശ്രമിച്ചെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ താനതിന് തയ്യാറല്ല എന്നവൾ തിരിച്ചറിഞ്ഞു. അതോടെ അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു. പിന്നീട് അവൾ ഒരു റേഡിയോ സ്റ്റേഷനിൽ ഒരു ഇന്റർവ്യൂവിനായി പോയി. തന്റെ രോഗത്തിന് ഇനി എത്രയൊക്കെ ചികിത്സകൾ ചെയ്താലും അതിൽ വലിയ കാര്യമില്ല എന്ന് ടെസയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്റെ ചികിത്സകൾ നിർത്താൻ താൻ തീരുമാനിച്ച വിവരം ശാന്തവും ദൃഢവുമായ ശബ്ദത്തിൽ തമാശയുടെ മേമ്പൊടിയോടെ അവൾ എല്ലാവരോടുമായി പങ്കുവെച്ചു. വരാനിരിക്കുന്നതിനെ മാറ്റാൻ ചികിത്സകൾക്കൊന്നും കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. വേദന അസഹനീയമാണ്. അതിനാൽ പരിമിതമാണെങ്കിലും തന്റെ ബാക്കി സമയം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു തീർക്കാനായിരുന്നു അവൾ ആഗ്രഹിച്ചത്. തുടർന്നവൾ കൂട്ടുകാരിയോടൊപ്പം മറ്റൊരു യാത്രയ്ക്കായി പോയി. അവിടെ വെച്ച് കൂട്ടുകാരിയുടെ കാമുകനായ ഒരു യുവാവിനെ കണ്ടുമുട്ടി. അവളുടെ കൂട്ടുകാരി സത്യസന്ധതയോടെ ടെസയുടെ രോഗത്തെക്കുറിച്ച് ആ യുവാവിനോട് പറഞ്ഞു. എന്നാൽ ഇതറിഞ്ഞപ്പോ ടെസയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അവൾ പിണങ്ങി അവിടെ നിന്നിറങ്ങിപ്പോന്നു. അവൾ ഒരിക്കലും മറ്റുള്ളവരുടെ സഹതാപമൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. അവൾക്ക് വേണ്ടിയിരുന്നത് ആത്മാർത്ഥമായ ബന്ധങ്ങൾ മാത്രമായിരുന്നു. വീട്ടിലെത്തിയ ശേഷം വികാരങ്ങൾ അടക്കാനാവാതെ ടെസ തന്റെ പഴയ സാധനങ്ങളെല്ലാം കത്തിച്ചു കളയാൻ തീരുമാനിച്ചു. പക്ഷേ അവൾ പോയിക്കഴിഞ്ഞ തനിക്ക് ഓർക്കാൻ അവളുടേതായ വസ്തുക്കൾ നൽകുന്ന ഓർമ്മകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ അവളുടെ അച്ഛൻ അവളെ തടയാൻ ശ്രമിച്ചു. ടെസ പക്ഷേ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഭൂതകാലത്തെ ഉപേക്ഷിക്കാൻ ഉറച്ച് അവൾ അടുത്തുള്ള തീക്കുണ്ടത്തിനരികിലേക്ക് നടന്നു. അവിടെ വെച്ചവൾ ആ നാട്ടിലേക്ക് പുതിയതായി താമസം മാറിയ ആദം എന്ന യുവാവിനെ കണ്ടുമുട്ടി. താൻ കത്തിച്ച പേപ്പറുകൾ പ്രണയലേഖനങ്ങൾ ഒന്നുമല്ല എന്ന് ടെസ ആ സമയം അവനോട് തമാശയായി പറഞ്ഞു. അവളുടെ ആ പെട്ടെന്നുള്ള തമാശ അവനെ ഒന്ന് അത്ഭുതപ്പെടുത്തി. അങ്ങനെ കാര്യങ്ങൾ ശാന്തമായി വരുമ്പോഴേക്കും ടെസ പെട്ടെന്ന് ബോധരഹിതയായി വീണു. ആദം വേഗം അവളെ സഹായിക്കാൻ ഓടിയെത്തി. രക്തസമ്മർദ്ദം കുറഞ്ഞതാണോ എന്ന് തമാശ രൂപേണ ശാന്തമായി അവൻ ചോദിച്ചു. തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ടെസ അവൻ ഉറപ്പു നൽകുകയും നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറയുകയും ചെയ്തു. വീണ്ടും ബോധം കെടാൻ തോന്നുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാമെന്ന് തമാശയിൽ പറഞ്ഞ് ടെസയെ അവൻ യാത്രയാക്കി. അവന്റെ ആ തമാശ നിറഞ്ഞ പെരുമാറ്റം ടെസയെ പുഞ്ചിരിപ്പിച്ചു. അവൾ ചിരിയോടെയായിരുന്നു അവിടെ നിന്ന് നടന്നു നീങ്ങിയത്. ടെസയ്ക്ക് അവൾ ജീവനു തുല്യം സ്നേഹിക്കുന്ന ഒരു അനിയനുണ്ട്. അവന് വളരെ കാലമായി എങ്ങും പോകാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അച്ഛന്റെ സമ്പാദ്യം മുഴുവൻ ടെസയുടെ ചികിത്സയ്ക്കായിട്ടായിരുന്നു ചിലവഴിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ചികിത്സ നിർത്താൻ തീരുമാനിച്ച സാഹചര്യത്തിൽ അനിയനെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും പ്രത്യേകതയുള്ള കാര്യം ചെയ്യണം എന്ന് ടെസ ആഗ്രഹിച്ചു. അങ്ങനെ അവൾ അവനെ ഷോപ്പിങ്ങിന് കൂട്ടിക്കൊണ്ടുപോയി. അച്ഛന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അവൻ ആഗ്രഹിച്ചതൊക്കെയും വാങ്ങിക്കൊടുത്തു. ആ സമ്മാനങ്ങളിൽ അവൻ എപ്പോഴും സ്വപ്നം കണ്ടിരുന്ന ഒരു റിമോട്ട് കൺട്രോൾ ഹെലികോപ്റ്ററും ഉണ്ടായിരുന്നു. റിമോട്ട് കൺട്രോൾ കൈകളിൽ പിടിച്ച് തനിക്കും ഇതുപോലെ പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവൻ പതിയെ പറഞ്ഞു. ആ ആഗ്രഹം കേട്ട ടെസ അത് സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. വായുസമ്മർദ്ദത്തിന്റെ സഹായത്തോടെ മനുഷ്യർക്ക് തറയിൽ നിന്നുയരാനും കുറച്ചു നിമിഷത്തേക്ക് ഭൂഗുരുത്വാകർഷണത്തെ മറികടക്കാനും കഴിയുന്ന ഒരിടത്തേക്ക് അവൾ അവനെ കൂട്ടിക്കൊണ്ടുപോയി. അനിയൻ വായുവിൽ ഒഴുകി നടക്കുന്നത് കണ്ട് അവൾക്ക് വലിയ സന്തോഷം തോന്നി. അതൊരു ഫൺ ഏരിയയായിരുന്നു. അവന്റെ ടാസ്ക് കഴിഞ്ഞതും ഇറങ്ങി വന്ന അനിയൻ അവളുടെ നേരെ തിരിഞ്ഞ് ചേച്ചിയും ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ആദ്യം ടെസ മടിച്ചെങ്കിലും ഒടുവിൽ അവളും അതിലേക്കിറങ്ങി. കാറ്റിന്റെ ശക്തിയാൽ അവളുടെ ശരീരം വായുവിൽ പറന്നുയരാൻ തുടങ്ങി. ആ അനുഭവം അവളിൽ വല്ലാത്തൊരു ആവേശം നിറച്ചു. ആ ഒരു നിമിഷം അവൾ
അവളൊരു രോഗിയോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ദിവസങ്ങൾ എണ്ണിക്കഴിയുന്ന ഒരു പെൺകുട്ടിയോ ആയിരുന്നില്ല. വായുവിൽ പറന്നുയരുന്ന ഒരു സ്വതന്ത്ര ആത്മാവ് മാത്രമായിരുന്നു. ആ നിമിഷം അളവറ്റ സന്തോഷം കൊണ്ട് അവളുടെ മനസ്സ് നിറഞ്ഞു. അടുത്ത ദിവസം ടെസയുടെ അമ്മ അവരെ സന്ദർശിക്കാനെത്തേണ്ടതായിരുന്നു. പക്ഷെ അമ്മ വരാൻ വൈകി. ടെസയുടെ മാതാപിതാക്കൾ വിവാഹമോചനം നേടിയവരായതുകൊണ്ട് അമ്മ കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. വൈകി വന്ന അമ്മയുടെ ആ പെരുമാറ്റം മാതാപിതാക്കൾക്കിടയിൽ വലിയ തർക്കത്തിന് കാരണമായി. അവരുടെ വഴക്ക് കടുത്തു തുടങ്ങിയപ്പോ അവിടെ നിൽക്കാൻ അസ്വസ്ഥത തോന്നിയ ടെസ പതുക്കെ അവിടെ നിന്ന് മാറി നടന്നു. പിന്നീട് ടെസ വീടിനടുത്തേക്ക് വരുമ്പോ അമ്മയോടൊപ്പം നിന്ന് ആദത്തെ കണ്ടു. താനെന്തോ ലഹരി വസ്തു ഉപയോഗിച്ചിട്ടുണ്ട് എന്നവൾ യാതൊരു മടിയും കൂടാതെ അവനടുക്കൽ പറഞ്ഞു. ആശങ്കാകുലനായ ആദം അവളെ അങ്ങനൊരവസ്ഥയിൽ ആരും കാണാൻ ആഗ്രഹിച്ചില്ല. അവൻ പതുക്കെ അവളെയും കൂട്ടുകാരിയെയും തന്റെ കാറിലിരുത്തി ആളുകളുടെ കണ്ണിൽപ്പെടാത്ത ഒരു വിജനമായ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ടെസയുടെ കൂട്ടുകാരി ആ നിമിഷം ആസ്വദിച്ച് കാറിന്റെ മുകളിൽ കയറിയിരിക്കാൻ തുടങ്ങി. എന്നാൽ ആദം അവളോട് താഴെ ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പോഴാണ് അത്ര നേരം അവളുണ്ടായിരുന്ന ടെസയെ കാണുന്നില്ല എന്നവൻ തിരിച്ചറിയുന്നത്. അവൻ ചുറ്റും പരിഭ്രാന്തിയോടെ അവളെ തിരയാൻ തുടങ്ങി. അവളെ എങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. അവളുടെ കൂട്ടുകാരിയും പരിഭ്രാന്തിയാവാൻ ആരംഭിച്ചു. ഒടുവിൽ ടെസയുടെ അവസ്ഥയെപ്പറ്റി ആ കൂട്ടുകാരി അവനോട് വിശദീകരിച്ചു. അവൾ മാരകമായ രോഗബാധിതയാണെന്നും അധികകാലം അവൾ ജീവിച്ചിരിക്കില്ല എന്നും ആ കൂട്ടുകാരി പറഞ്ഞു. അത് കേട്ട ആദം ആകെ തകർന്നുപോയി. അവനൊരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒട്ടും സമയം കളയാതെ അവൻ അവളെ തിരഞ്ഞുകൊണ്ട് കാടിന്റെ ഉള്ളിലേക്ക് നടന്നു. ഒടുവിൽ കാട്ടിലെ ഒരു മരച്ചില്ലയിൽ കയറി ശാന്തമായിരിക്കുന്ന ടെസയെ അവൻ കണ്ടെത്തി. അവനും അവളുടെ അരികിലേക്ക് കയറിയിരുന്നു. അവിടെ തനിക്ക് എത്രമാത്രം സമാധാനം അനുഭവപ്പെടുന്നു എന്ന മട്ടിൽ ടെസ അവനോട് പറഞ്ഞു. ഫോണോ ഇന്റർനെറ്റോ മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങളോ ഒന്നും അവിടില്ല. പ്രകൃതിയുടെ ശാന്തമായ ആലിംഗനം മാത്രം. അതവൾക്ക് വലിയൊരു സമാധാനം നൽകുന്നുണ്ടായിരുന്നു. ഇത്രയും നല്ലൊരു അനുഭവം അവൾക്കുണ്ടായിട്ട് തന്നെ കുറെ കാലമായിരുന്നു എന്നവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അവിടെ തന്നെ ഒരു വീട് വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവൾ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇനി എന്നെങ്കിലും തനിക്കെങ്ങനെ സാധിച്ചാൽ ആദവും തന്നോടൊപ്പം താമസിക്കാൻ അവിടെ വരണം എന്നവൾ ആഗ്രഹത്തോടെ പറഞ്ഞു. അതിനുശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം ആദം വീണ്ടും ടെസയെ കാണാനെത്തി. തന്നോടൊപ്പം പുറത്തൊരു ഡേറ്റിന് പോവാൻ ക്ഷണിച്ചു. അപ്പോഴേക്കും അവർ വളരെയധികം അടുത്തു തുടങ്ങിയിരുന്നു. കടൽ തീരത്തെ ശാന്തമായൊരിടത്തേക്കാണ് അവൻ അവളെ കൊണ്ടുപോയത്. അവിടെ അലതല്ലുന്ന തിരമാലകളെ നോക്കി ഒരു ബെഞ്ച് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഒരുമിച്ച് കടലിന്റെ ശാന്തത തങ്ങളിലേക്ക് പടരാൻ അനുവദിച്ച് ആ ബെഞ്ചിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം തന്റെ അച്ഛൻ മരിച്ചുപോയ വിവരം ആദം അവളോട് പങ്കുവെച്ചു. അന്നു മുതൽ അവൻ അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത്. അമ്മയെ നോക്കുന്നതും അവൻ തന്നെയാണ്. അവൻ കോളേജിൽ പോകുന്നില്ലേ എന്ന് ടെസ പതുക്കെ ചോദിച്ചു. താൻ അതിന് പദ്ധതിയിട്ടിരുന്നതാണ് എന്നാദം വിശദീകരിച്ചു. പക്ഷേ അമ്മയ്ക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാലും എപ്പോഴും അമ്മയെ സഹായിക്കാൻ താൻ കൂടെ വേണ്ടതിനാലും അതെല്ലാം ഉപേക്ഷിച്ച് അവൻ അമ്മയുടെ അരികിൽ തന്നെ തുടരുകയാണ്. തുടർന്ന് കാട്ടിലെ ആ മരത്തിൽ കയറിയപ്പോ പേടി തോന്നിയിരുന്നു എന്നവൻ ടെസയോട് ചോദിച്ചു. ആദ്യം പേടി തോന്നിയിരുന്നു എന്നവൾ സമ്മതിച്ചു. എന്നാൽ മുകളിലെത്തിയപ്പോ ആ പേടി അപ്രത്യക്ഷമായെന്നും പിന്നീട് അവനെത്തി അരികിൽ ഇരുന്നപ്പോ ഒട്ടും തന്നെ പേടി തോന്നിയില്ല എന്നും അവൾ പറഞ്ഞു. കടൽ തീരത്ത് കുറച്ചു സമയം ശാന്തമായി ചിലവഴിച്ച ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി. ബസ്സിൽ സീറ്റുകളൊന്നും ഒഴിവില്ലായിരുന്നു. ഇരുവരും നിന്നായിരുന്നു പോയിരുന്നത്. ടെസ തെല്ലൊന്ന് അവശതയിലാവുന്നത് കണ്ടതും ആദം ടെസയെ തന്നോട് ചേർത്തു പിടിച്ചു. തന്റെ തോളിൽ ചാരി നിർത്തി. ആ ചെറിയൊരു പ്രവൃത്തി അവൾക്ക് വലിയൊരു ആശ്വാസം പകർന്നിരുന്നു. അന്ന് രാത്രി ആദം ടെസയെ തന്റെ കൂട്ടുകാരന്റെ വീട്ടിലെ ഒരു പാർട്ടിക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെയായിരിക്കുമ്പോൾ ടെസ അത്ര നല്ലതല്ലാത്തൊരു കാഴ്ച കണ്ടു. അവളുടെ കൂട്ടുകാരിയുടെ കാമുകനായിരുന്ന യുവാവ് അവിടെ മറ്റൊരു പെൺകുട്ടിക്കൊപ്പം അടുത്തിടപഴകുന്നു. അവൻ തന്റെ കൂട്ടുകാരിയെ ചതിക്കുകയാണ് എന്ന് ടെസക്ക് വ്യക്തമായി. കടുത്ത ദേഷ്യം വന്നിയവൾ ഒട്ടും ആലോചിക്കാതെ ഒരു ഡ്രിങ്ക് എടുത്ത് അവന്റെ തലയിലൂടെ ഒഴിച്ചു. ആ നിമിഷം അവിടെ വലിയൊരു കോലാഹലമുണ്ടായി. അവൾ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു. ആദവും അതോടെ അവളുടെ പിന്നാലെ ഇറങ്ങി. ആദത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ടെസയ്ക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് പോലെ തോന്നിപ്പിച്ചു. അവൻ തന്റെ സുഹൃത്തുക്കളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും കോളേജിൽ പോയി അവർക്കൊപ്പം തന്റെ ഭാവി കെട്ടിപ്പടുക്കാൻ നോക്കണമെന്നും അവൾ അവനോട് പറയുകയും ഉപദേശിക്കുകയും ചെയ്തു. അന്ന് രാത്രി വീട്ടിലെത്തിയ ശേഷം വളരെ കാലമായി തനിക്ക് തോന്നാത്ത ഒരു കാര്യം ടെസയ്ക്ക് അനുഭവപ്പെട്ടു. അവൾക്ക് വീണ്ടും ജീവിക്കാൻ ആഗ്രഹം തോന്നുന്നു. അവൾ തന്റെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി നോക്കി. ഇതുവരെ സാധിക്കാത്ത ആഗ്രഹങ്ങളിലൊന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും മോഷ്ടിക്കുക എന്നതായിരുന്നു.
അടുത്തതായി അത് പരീക്ഷിച്ചു നോക്കാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ അവളും കൂട്ടുകാരിയും അതിനായി മുന്നിട്ടിറങ്ങി. ഒരു ATM-ൽ നിന്ന് ഒരാൾ പണം വിഡ്രോ ചെയ്യുന്നത് അവർ നോക്കിക്കണ്ടു. കൂട്ടുകാരി അയാളുടെ ശ്രദ്ധ തിരിച്ചപ്പോ ടെസ വേഗത്തിൽ അയാളുടെ കാർഡ് തട്ടിയെടുത്ത് നടന്നു നീങ്ങി. എന്നാൽ അത് ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതിന്റെ പിൻ നമ്പർ തങ്ങൾക്കറിയില്ല എന്നവർ തിരിച്ചറിയുന്നത്. അവരുടെ ആ പദ്ധതി പരാജയപ്പെട്ടു. ആ നിമിഷം അവർക്കിടയിൽ വലിയൊരു ചിരി ഉണർന്നു. അതിനുശേഷം ടെസയും കൂട്ടുകാരിയും അടുത്തുള്ളൊരു മെഡിക്കൽ സ്റ്റോറിൽ കയറി എന്തെങ്കിലും മോഷ്ടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇത്തവണ അവർ പിടിയിലായി. അവളുടെ കൂട്ടുകാരി ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റാണ് മോഷ്ടിക്കാൻ ശ്രമിച്ചത് എന്നപ്പോഴാണ് മനസ്സിലാകുന്നത് തന്റെ കാമുകൻ തന്നെ ചതിക്കുകയായിരുന്നു എന്നവൾ തിരിച്ചറിഞ്ഞതും അപ്പോഴായിരുന്നു. കടക്കാർ ടെസയുടെ അച്ഛനെ വിളിച്ചു വരുത്തി. അദ്ദേഹം അവിടെത്തി അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. ജീവിക്കേണ്ട വഴി ഇതല്ലെന്ന് അദ്ദേഹം അവളോട് പറഞ്ഞു. എന്നാൽ തന്റെ സമയം തീരുന്നതിനു മുമ്പ് തന്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തിയാക്കാൻ താൻ ശ്രമിക്കുകയാണെന്ന് ടെസ ദൃഢതയോടെ വ്യക്തമാക്കി. അച്ഛനോടൊപ്പം അവൾ കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ആ സമയം ആദം അവളെ കണ്ടു. തന്റെ ബൈക്ക് കാറിന് മുന്നിൽ കൊണ്ടു നിർത്തിയ ആദം ടെസയെ തന്റെ അടുക്കലേക്ക് ക്ഷണിച്ചു. അവൾ യാതൊരു മടിയും കൂടാതെ കാറിൽ നിന്നിറങ്ങി ആദത്തിന്റെ ബൈക്കിൽ കയറി. അവളുടെ അച്ഛൻ എതിർത്തെങ്കിലും അവൾ ആദത്തോടൊപ്പം യാത്ര തിരിച്ചു. അവർ എത്തിച്ചേർന്നത് കടൽ തീരത്തേക്കായിരുന്നു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു. കാറ്റവരെ തലോടി കടന്നുപോകുന്നു. അവർ ആ കടൽ തീരത്തുകൂടി ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി അവർ കടൽ തീരത്തൊരു തീക്കുണ്ടമൊരുക്കി. ആ തീജ്വാലകൾ കരികിലിരുന്ന് അവൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ആദം പതുക്കെ ചോദിച്ചു. ടെസ തലയുയർത്തി നോക്കി പറഞ്ഞു, ഞാൻ മരിക്കുമ്പോ ഈ ലോകം മുഴുവൻ ഒരു നിമിഷത്തേക്കൊന്ന് സ്തംഭിച്ചു നിൽക്കണം. എന്നെപ്പറ്റി എല്ലാവരും ഒരു നിമിഷം ഓർക്കണം. അവളുടെ സ്വപ്നങ്ങൾ വളരെ വലുതാണെന്ന് ആദം പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാൽ ടെസ പതുക്കെ മറുപടി നൽകി, അതത്ര വലുതൊന്നുമല്ല. പിന്നെ എല്ലാവരും ഒന്ന് ഓർക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവർ മണിക്കൂറുകളോളം അങ്ങനെ സംസാരിച്ചിരുന്നു. തങ്ങളുടെ ചിന്തകളും ഭയങ്ങളും ചെറിയ ചിരികളും അവർ പങ്കുവെച്ചു. ആ മനോഹരമായ നിമിഷത്തിൽ ആദം അവളെ ചുംബിക്കാൻ അടുത്തേക്ക് ചാഞ്ഞു. പെട്ടെന്ന് എന്തോ അവളെ പിൻവലിക്കുന്നുണ്ടായിരുന്നു. ടെസയ്ക്കത് മനസ്സിലായി. അവനുള്ളിൽ ഭയമുണ്ട്. തന്നിൽ നിന്നും അകന്നുപോയേക്കാവുന്ന ഒരാളെ പ്രണയിക്കാനുള്ള ഭയം. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, നിനക്ക് എന്നെ രക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും നിനക്കതിന് കഴിയില്ല. പിന്നീട് അവർ വീട്ടിലേക്ക് മടങ്ങി. അവളുടെ അച്ഛൻ ആശങ്കയോടെ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആരോഗ്യത്തെക്കുറിച്ച് മാത്രമല്ല, അവൾ ആരോടെങ്കിലും അമിതമായി അടുക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം വേവലാതിപ്പെട്ടിരുന്നു. ആ അടുപ്പം അവളെ കൂടുതൽ സങ്കടത്തിലേക്ക് തള്ളിവിടുമോ എന്നദ്ദേഹം ഭയപ്പെട്ടു. പെട്ടെന്ന് തന്നെ ടെസയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും മോശമായി. അമ്മയുൾപ്പെടെ അവളുടെ കുടുംബാംഗങ്ങളെല്ലാം അവളുടെ അരികിൽ ഒത്തുചേർന്നു. അവളുടെ മനസ്സിന് സന്തോഷം നൽകാൻ അവർ പടക്കങ്ങൾ പൊട്ടിച്ചു. അത് ആ രാത്രിയെ വർണ്ണാഭവും ഊഷ്മളവുമാക്കി മാറ്റി. അവരുടെ അയൽക്കാരനായ ആദം ആ ആഘോഷമൊക്കെ കണ്ട് അവളെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെന്നു. ടെസ അവനെ നോക്കി ചോദിച്ചു, നമ്മൾ തമ്മിൽ അടുത്താൽ സംഭവിക്കാവുന്ന ഏറ്റവും മോശമായ കാര്യം എന്തായിരിക്കും? ആദം മറുപടി പറഞ്ഞു, ഞാൻ സങ്കടപ്പെടും. ടെസ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ ഇപ്പോൾ തന്നെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. പ്രണയവും ആർദ്രതയും നിറഞ്ഞ ആ നിമിഷത്തിൽ അവർ തങ്ങളുടെ ആദ്യ ചുംബനം പങ്കുവെച്ചു. അടുത്ത ദിവസം രാവിലെ ടെസ ഉണർന്നത് തന്നെ തികച്ചും സന്തോഷത്തോടെയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി അവളിപ്പോൾ പ്രണയത്തിലാണ്. അതിന് കാരണം ആദവും അവൾ എപ്പോഴും സ്വപ്നം കണ്ടിരുന്ന കാര്യമായിരുന്നു അത്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. പിന്നീട് അവൾ കൂട്ടുകാരിയോടൊപ്പം ആശുപത്രിയിൽ പോയി. അവളുടെ കൂട്ടുകാരി ഗർഭിണിയാണ്. എന്നാൽ ആ കുഞ്ഞിനെ വളർത്താൻ അവളിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഗർഭഛിദ്രം നടത്താം എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അത് ചെയ്യരുതെന്നും തീരുമാനത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കണമെന്നും ടെസ പതുക്കെ അവളോട് ആവശ്യപ്പെട്ടു. എന്നാൽ കൂട്ടുകാരി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തനിക്ക് മറ്റു വഴികളൊന്നുമില്ല എന്നായിരുന്നു അവൾ പറഞ്ഞത്. ടെസ പക്ഷെ അതിനോട് യോജിച്ചില്ല. ഓരോ ജീവനും ഒരവസരം അർഹിക്കുന്നുണ്ട് എന്നവൾ വിശ്വസിച്ചിരുന്നു. അവൾ പതുക്കെ അവിടെ നിന്ന് നടന്നു നീങ്ങി. താമസിയാതെ ആദം അവളെ കാണാൻ വന്നു. അവൻ പുഞ്ചിരിയോട് ചോദിച്ചു, നമ്മൾ ഇതുവരെ ശരിക്കൊരു ഡേറ്റിന് പോയിട്ടില്ലല്ലോ, നമുക്ക് പോയാലോ? ടെസയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. തനിക്ക് ബാക്കിയുള്ള സമയത്തിന്റെ ഒരു നിമിഷം പോലും വെറുതെ കളയാൻ അവൾ ആഗ്രഹിച്ചില്ല. അതിനാൽ അവൾ ഒരുങ്ങാൻ തുടങ്ങി. എന്നാൽ ബാത്റൂമിലായിരിക്കുമ്പോ അവളുടെ മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. പരിഭ്രാന്തരായ ആദവും ടെസയുടെ അമ്മയും അവളെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ചു. അവർ ആ രാത്രി മുഴുവൻ അവിടെ ചിലവഴിച്ചു. രാവിലെ ടെസ വീട്ടിലേക്ക് മടങ്ങുമ്പോ അവൾ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. ആ നഗരത്തിലെ ചുവരുകളിലും നടപ്പാതകളിലുമെല്ലാം അവളുടെ പേരാരോ എഴുതി വെച്ചിരിക്കുന്നു. ആദം അവൾക്കായി ചെയ്തതായിരുന്നു അത്. എല്ലാവരും ഒരിക്കലെങ്കിലും തന്റെ പേരറിയണം, താനൊന്ന് ഓർക്കപ്പെടണം എന്നവൾ അവളുടെ
ആഗ്രഹം പറഞ്ഞിരുന്നല്ലോ, അത് ഓർത്തുവെച്ചിരുന്ന അവൻ അവളുടെ പേര് എല്ലായിടത്തും പതിക്കുകയായിരുന്നു. അതവളിൽ വല്ലാത്തൊരു സന്തോഷം നിറച്ചു. അവൾ ആദത്തെ ചെന്നു കണ്ടു. ഓരോ നിമിഷവും വിലമതിച്ചുകൊണ്ട് അവർ ഒന്നിച്ച് കൂടുതൽ സമയം ചിലവഴിക്കാൻ തുടങ്ങി. അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴമുള്ളതായി മാറി. അവർ ഭയമില്ലാതെ പൂർണ്ണമായി പ്രണയിക്കുകയായിരുന്നു. അസുഖം കുറച്ചൊന്ന് ഭേദമായപ്പോ ടെസ വീണ്ടും തന്റെ ആ കൂട്ടുകാരിയുടെ അടുത്തെത്തി. തന്റെ മനസ്സ് മാറിയ വിവരം കൂട്ടുകാരി അവളോടായി പറഞ്ഞു. അവൾ ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് നല്ലൊരു ജീവിതം നൽകാൻ അവളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ടെസയ്ക്ക് അത് കേട്ടതും അതിയായ സന്തോഷം തോന്നി. അവൾ കൂട്ടുകാരിയോട് പറഞ്ഞു, എനിക്കെന്നെങ്കിലും നിന്റെ കുഞ്ഞിനെ കൈകളിലെടുക്കണം. എന്നാൽ ആ കുഞ്ഞ് ജനിക്കാൻ ഇനിയും 5 മാസങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അത്രയും കാലം ജീവിച്ചിരിക്കുമോ എന്ന് ടെസയ്ക്ക് ഉറപ്പില്ല. ആദം അവളുടെ ജീവിതത്തിലേക്ക് വന്ന ശേഷം അവൾക്കെല്ലാം കൂടുതൽ പ്രകാശപൂർണമായി തോന്നി. അവൾ അവനോടായി പറഞ്ഞു, എനിക്ക് നിന്നോടൊപ്പം തുടർച്ചയായി ഒരു ദിവസം ചിലവഴിക്കണം. 24 മണിക്കൂറും. ആ 24 മണിക്കൂറിന്റെ ഓരോ സെക്കൻഡും എനിക്ക് ജീവിക്കണം. രാത്രികളിൽ ഭയം തോന്നുമ്പോ എനിക്ക് നിന്നെ ചേർത്തു പിടിക്കാമല്ലോ. അവൾ ഇക്കാര്യം അവളുടെ അച്ഛനോടും പങ്കുവെച്ചു. ആദത്തോടൊപ്പം ഒരു മുഴുവൻ പകലും രാത്രിയും ചിലവഴിക്കാൻ അവൾ അനുവാദം ചോദിച്ചു. എന്നാൽ അദ്ദേഹം അത് നിരസിച്ചു. അതവളിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ സങ്കടം സൃഷ്ടിക്കുമോ എന്ന് ഭയന്ന് അദ്ദേഹം അവളെ അതിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു ചെയ്തത്. അന്ന് രാത്രി ടെസ ജനാലയിലൂടെ ആദത്തെ പതുക്കെ വിളിച്ചു. തന്റെ മുറിയിലേക്ക് ക്ഷണിച്ചു. ആദം അങ്ങോട്ടേക്കെത്തി. ആദം അവിടുണ്ടെന്ന് അവളുടെ അച്ഛനും അറിയാമായിരുന്നു. പുറത്തു നിന്നുകൊണ്ട് അദ്ദേഹം അവളെ താക്കീത് ചെയ്തു. ഈ പ്രവൃത്തി നിന്നെ ഒരു പക്ഷേ സങ്കടപ്പെടുത്തിയേക്കും. എന്നാൽ ടെസ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മറുപടി നൽകി, ഒരിക്കലും ആദം കാരണം എനിക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. ഇനി അവൻ കാരണം ഞാൻ സങ്കടപ്പെട്ടാലും എനിക്ക് തുണയായി എന്റെ അച്ഛൻ ഇവിടുണ്ടാകുമല്ലോ. കാരണം അവളുടെ അച്ഛൻ അവളെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നുണ്ട് എന്നവൾ കൃത്യമായിട്ടറിയാമായിരുന്നു. അടുത്ത ദിവസം ഒരു നഴ്സ് ടെസയെ പരിശോധിക്കാനെത്തി. അവൾക്കിനി അധികം സമയമില്ല എന്ന് പതുക്കെ അറിയിക്കുകയും ചെയ്തു. ആ വാർത്ത അവളെ ആകെ തകർത്തു കളഞ്ഞു. ഹൃദയം തകർന്ന അവസ്ഥയിൽ അവൾ ആദത്തെ കാണാൻ പോയി. എന്നാൽ അവൻ കോളേജിൽ പോയതായിട്ട് അവൾ അറിഞ്ഞു. അവനൊടുവിൽ ക്ലാസുകളിൽ പങ്കെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ടെസ തന്നെയായിരുന്നു അതിനവനെ പ്രോത്സാഹിപ്പിച്ചത്. എന്നാൽ തന്റെ ഹൃദയം നൊമ്പരപ്പെടുന്ന ആ നിമിഷത്തിൽ അവന്റെ സാമീപ്യം അവൾ ആഗ്രഹിച്ചിരുന്നു. ആ സമയം വളരെയധികം ക്രൂരത നിറഞ്ഞതായി അവൾക്ക് തോന്നി. അവളിൽ വല്ലാതെ ദേഷ്യം നിറഞ്ഞു. അവൾക്ക് സഹിക്കാൻ സാധിച്ചില്ല. വീട്ടിലെത്തിയ അവൾ തന്റെ മുറിയിലേക്ക് ഇരച്ചു കയറുകയും അവിടെയുണ്ടായിരുന്ന വസ്തുക്കൾ എറിഞ്ഞുടയ്ക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഒച്ച കേട്ട് അവളുടെ അച്ഛൻ ആ മുറിയിലേക്കെത്തി. എല്ലാം തകർന്നു കിടക്കുന്ന ആ ഒരവസ്ഥ നോക്കിക്കണ്ടു. അവൾ പോയി കഴിഞ്ഞാലും അവളെ തന്റെ അരികിൽ നിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അവളുടെ ഓരോ ചെറിയ സാധനങ്ങളും താൻ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. അതാണ് നീ തകർക്കുന്നത് എന്ന് അദ്ദേഹം അവളോട് പറഞ്ഞു. അവളോടുള്ള തന്റെ സ്നേഹവും തന്റെ വികാരങ്ങളും അവൾ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോഴാണ് ചുവരിലിരുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ടെസയുടെ ബക്കറ്റ് ലിസ്റ്റ്, അവളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോ അദ്ദേഹം പൂർണ്ണമായും തകർന്നുപോയി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിന് അവളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ തന്റെ ലിസ്റ്റ് പൂർത്തിയാക്കുന്ന തിരക്കിലായതുകൊണ്ട് തനിക്കതിന് സാധിച്ചില്ല. തനിക്കായി അവൾ സമയവും നൽകിയില്ല. താൻ ഒറ്റപ്പെട്ടുപോയി എന്ന് വേദനയോടെ അദ്ദേഹം പറഞ്ഞു. ടെസയ്ക്ക് അദ്ദേഹത്തിന്റെ ഇമോഷൻ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ ആത്മാർത്ഥമായ ശബ്ദത്തിൽ തന്റെ അച്ഛനോട് ക്ഷമ ചോദിച്ചു. പിന്നീട് അവൾ പണ്ട് ആദത്തോടൊപ്പം ഇരുന്ന കടൽ തീരത്തെ അതേ ബെഞ്ചിലേക്ക് പോയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ആദവും അവിടെ എത്തി. എന്നാൽ അവൾ അപ്പോഴും വലിയ സങ്കടത്തിലായിരുന്നു. ആദം അവളോട് പറഞ്ഞു, നീയല്ലേ എന്നോട് സർവകലാശാലയിൽ പോകാൻ പറഞ്ഞത്? താമസിയാതെ നീ ഇല്ലാതാകും. ഞാൻ പൂർണ്ണമായും ഒറ്റക്കായി പോകും. അതുകൊണ്ട് കോളേജിൽ പോണം എന്ന് പറഞ്ഞത് നീയായിരുന്നില്ലേ? ഞാനതിനു വേണ്ടി ഓറിയന്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. അത് പറഞ്ഞപ്പോ അവന്റെ ശബ്ദമിടറി, കണ്ണീർ പൊഴിയുകയും ചെയ്തു. അവന് അവളെ നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലായിരുന്നു. എന്നാൽ വരാനിരിക്കുന്നതിനെ തടയാൻ അവന് കഴിയില്ലല്ലോ. ഇപ്പോൾ ശാന്തയായ ടെസ അവനെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ അവനോടായി പറഞ്ഞു, നീ കോളേജിൽ പോകുമ്പോ നീ വീണ്ടും പ്രണയത്തിലാകണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രണയത്തിലൂടെ ഞാൻ നിന്നിലേക്ക് വീണ്ടും തിരിച്ചെത്താൻ വഴി കണ്ടെത്തും.
പിന്നീട് അങ്ങോട്ടേക്ക് അവളുടെ ആരോഗ്യസ്ഥിതി വളരെ വേഗത്തിൽ വഷളാകാൻ തുടങ്ങി. ശരീരം കൂടുതൽ ബലഹീനമായി. അവൾക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെയായി. എന്നാൽ ആദവും അവളുടെ അച്ഛനും പൂർണ്ണ സമർപ്പണത്തോടെ അവളെ പരിചരിച്ചുകൊണ്ട് അവളുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവളുടെ അച്ഛൻ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെസ അദ്ദേഹത്തിനായി ജോലികൾ തിരയാൻ തുടങ്ങി. അവൾ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് വേണ്ടി അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചു. ഞാൻ പോയി കഴിഞ്ഞാൽ അച്ഛന്റെ ജീവിതം പൂർണ്ണ രീതിയിൽ വീണ്ടും ജീവിക്കണം. അവളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടുകൊണ്ടിരുന്നു. മരുന്നിന്റെ ആലസ്യത്തിൽ കിടന്നുകൊണ്ട് അവൾ തന്റെ കുടുംബത്തെ നോക്കുമ്പോ അവളുടെ കണ്ണുകൾ നിറയുമായിരുന്നു. അവരെ വിട്ടു പോകാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. അവൾക്ക് ജീവിക്കണമായിരുന്നു. എന്നാൽ സമയം കൈവിട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഒരു രാത്രി താൻ താഴേക്ക് വീഴുന്നതായി അവൾ സ്വപ്നം കണ്ടു. ഞെട്ടിയുണർന്ന് അവൾ ഭയന്നുപോയി. ആദം അവളെ തന്നോട് ചേർത്തു പിടിച്ച് അവളെ ആശ്വസിപ്പിച്ചു. അവൻ പതുക്കെ മന്ത്രിച്ചു, ഞാൻ നിന്നെ ഒരിക്കലും വീഴാൻ അനുവദിക്കില്ല. ടെസ തന്റെ അവസാന നിമിഷങ്ങൾ താൻ സ്നേഹിക്കുന്നവരാൽ ചുറ്റപ്പെട്ട് ഓരോ സെക്കൻഡും അർത്ഥപൂർണമായി ജീവിച്ചു തീർത്തു. ആദത്തോടൊപ്പം തന്റെ പ്രിയപ്പെട്ട ഇടത്തിരിക്കുന്നത് അവൾ ഭാവനയിൽ കണ്ടു. കൂട്ടുകാരിയുടെ കുഞ്ഞിനെ കൈകളിലെടുക്കുന്നത് അവൾ സങ്കല്പിച്ചു. ജീവിതമെന്നത് എണ്ണമറ്റ നിമിഷങ്ങളാൽ നിർമ്മിതമാണെന്നും നമ്മൾ ഓരോ നിമിഷവും പൂർണ്ണമായി ജീവിക്കണമെന്നും അവൾ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നതായി അവൾക്ക് തോന്നി. ജീവിതം അതിന്റെ വഴിക്കൊഴുകട്ടെ. നിങ്ങൾ നിങ്ങളുടെ മനുഷ്യരെ സ്നേഹിക്കുക. എല്ലാ അവസരങ്ങളെയും എല്ലാ സന്തോഷങ്ങളെയും നെഞ്ചിലേറ്റുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ അവരുടെ വഴികളെ നിയന്ത്രിക്കാനോ നിങ്ങൾ സമയം കളയരുത്. അത് ജീവിതമല്ല. ജീവിതമെന്നാൽ സ്വാതന്ത്ര്യമാണ്. ജീവിതമെന്നത് യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുക എന്നത് മാത്രമാണ്. കാരണം ആർക്കൊക്കെ എത്രയൊക്കെ സമയമുണ്ടെന്ന് ആർക്കും തന്നെ അറിവുള്ള കാര്യമല്ല. അധികം വൈകാതെ ടെസ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവളുടെ മരണശേഷം അവൾ പറഞ്ഞ പോലെ ഒരു കാലത്ത് ഗർഭഛിദ്രത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്ന കൂട്ടുകാരി ഇപ്പോൾ തന്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ വളർത്തുന്നു. അവൾക്കിപ്പോൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ജീവിതമെന്നത് എണ്ണിത്തീരാവുന്ന നിമിഷങ്ങൾ കൊണ്ടുണ്ടാക്കിയത് മാത്രമാണെന്നും ആ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ചലച്ചിത്രം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.